എങ്ങനെയും യു ഡി എഫിന്റെ കൂടെ ഒട്ടി നിൽക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ ജോസ് കെ മാണിയും കൂട്ടാളികളും നോക്കുന്നത്. ജോസ് കെ മാണിക്ക് അതിന് ഒരു ശ്രമം എന്ന രീതിയിൽ തൻ്റെ മകളുടെ വിവാഹത്തിന് യു ഡി എഫ് നേതാക്കളിൽ പലരെയും വലിയ തോതിൽ സ്വീകരിച്ച് അവരുടെയൊക്കെ വിശ്വാസം പിടിച്ചു പറ്റിക്കളയാം എന്നുള്ള ധാരണയാണ് എന്ന് തോന്നുന്നു. പക്ഷേ വിവാഹ ചടങ്ങിൽ പങ്കെടുത്ത യു ഡി എഫ് നേതാക്കൾ ആ ചടങ്ങിൽ ഒരു സാമാന്യ മര്യാദയുടെ പേരിൽ പങ്കെടുത്തു എന്നത് മാത്രമാണ്. രമേശ് ചെന്നിത്തല അടക്കമുള്ള നേതാക്കൾ അല്ല ഇപ്പോൾ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. കെ സുധാകരനും അതുപോലെ തന്നെ കോൺഗ്രസിൻ്റെ ഹൈക്കമാൻഡുമാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. ചെന്നിത്തലയുടെയൊക്കെ കാലം എപ്പോഴേ പോയി കഴിഞ്ഞു. ഇപ്പോൾ കോൺഗ്രസിലെ ഒരു ചെറിയ ഇല അനങ്ങണമെങ്കിൽ കെ സുധാകരൻ വിചാരിക്കണം. കൃത്യമായി ജോസ് കെ മാണിക്ക് അറിയാം, കെ സുധാകരൻ ഒരിക്കലും ജോസ് കെ മാണിയെയും സംഘത്തെയും യു ഡി എഫുമായി അടുപ്പിക്കാൻ സമ്മതിക്കില്ല എന്നുള്ളത്. പിണറായി വിജയനുമായി ചേർന്നുകൊണ്ട് മുന്നോട്ട് പോയാൽ ജോസ് കെ മാണിക്ക് കേരള കോൺഗ്രസ് എമ്മിനെ ഇനി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല എന്നുള്ളത് ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ജോസ് കെ മാണിക്ക് ഇനി ഒരിക്കലും പാലായിലേക്ക് ഒരു റീ എൻട്രി ജനങ്ങൾ കൊടുക്കില്ല എന്ന് നന്നായി അറിയാം. അത്രയേറെ ജനങ്ങളുമായി അദ്ദേഹം അകന്നു കഴിഞ്ഞിരിക്കുകയാണ്. പാലായിൽ മാണി സി കാപ്പൻ മത്സരിച്ചാൽ ഇനി കുറഞ്ഞത് 30,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലെങ്കിലും ജയിക്കുമെന്ന് ജോസ് കെ മാണിക്ക് നന്നായി അറിയാം. താനാണ് എതിർ സ്ഥാനാർത്ഥിയെങ്കിൽ ഒരുപക്ഷെ കാപ്പൻ്റെ ഭൂരിപക്ഷം 50,000 കടക്കും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് തന്നെ പാലാ പൊളിറ്റിക്സ് ഇനി ജോസ് കെ മാണിക്ക് വശമില്ലാത്ത ഒരു പൊളിറ്റിക്സായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ പിതാവ് കെ എം മാണിക്ക് ഉണ്ടായിരുന്ന ഹൈപ്പൊന്നും പാലായിൽ ജോസ് കെ മാണിക്കെന്നല്ല ഒരു കേരള കോൺഗ്രസ് എം പ്രവർത്തകനും ഇല്ല എന്നുള്ളത് ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. വരാനിരിക്കുന്നത് ജില്ലാ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ്. കൃത്യമായി കോട്ടയം ഡിവിഷനിൽ കാര്യമായ മുന്നേറ്റം കേരള കോൺഗ്രസ് എമ്മിന് നടത്താൻ കഴിയില്ല എന്ന് എൽ ഡി എഫിനും അറിയാം. അതുകൊണ്ട് തന്നെ കേരള കോൺഗ്രസ് എമ്മിന് സീറ്റുകൾ അധികം നൽകണ്ട എന്നാണ് എൽ ഡി എഫിൽ പോലും തീരുമാനം ആയി കഴിഞ്ഞിരിക്കുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിലും അതിൻ്റെ ആനുപാതികമായി സീറ്റുകൾ ക്രമേണ വെട്ടിക്കുറച്ചുകൊണ്ട് കേരള കോൺഗ്രസ് എമ്മിനെ അപ്രസക്തമാക്കാൻ തന്നെയാണ് പിണറായി വിജയൻ ഉൾപ്പെടെയുള്ളവരുടെ തീരുമാനവും. ചുരുക്കി പറഞ്ഞാൽ അങ്ങുമില്ല ഇങ്ങുമില്ല എന്ന രീതിയിൽ അന്തരീക്ഷത്തിൽ കിടക്കുന്ന അല്ലെങ്കിൽ എയറിൽ നിൽക്കുന്ന ഒരവസ്ഥയാണ് ഇപ്പോൾ ജോസ് കെ മാണിക്കും കൂട്ടർക്കും. അതുകൊണ്ട് തന്നെയാണ് റോഷി അഗസ്റ്റിൻ എങ്ങനെയും കോൺഗ്രസുമായി സഹകരിക്കാൻ ഉള്ള ശ്രമം നടത്തുന്നത്. അതായത് ജോസ് കെ മാണിയുടെ പാർട്ടിയെ പിളർത്തി രണ്ടാക്കാനുള്ള ശ്രമം നേരത്തെ തന്നെ റോഷി തുടങ്ങിക്കഴിഞ്ഞിരുന്നു. അണിയറയിൽ റോഷിയുടെ നീക്കത്തെ എല്ലാവിധത്തിലും സപ്പോർട്ട് ചെയ്യാൻ മോൻസ് ജോസഫ് അടങ്ങുന്ന ടീം സദാസമയം ജാഗരൂകരായി നിൽക്കുകയാണ്. റോഷിക്ക് പിന്തുണയുമായി ഇതിനോടൊപ്പം തന്നെ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിൽ പല നേതാക്കളും എത്തിയിരുന്നു. റോഷി അങ്ങനെ ചെയ്താൽ ഏറ്റവും വലിയ കാര്യം മലയോര കോൺഗ്രസിനെ രക്ഷിക്കാൻ ഇനി റോഷിക്ക് കഴിയുകയുള്ളൂ എന്നുള്ള സത്യം തിരിച്ചറിഞ്ഞിരിക്കുന്നു എന്ന ഒരു ലേബലിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവരാനാണ് ജോസഫ് വിഭാഗത്തിൻ്റെ തീവ്രമായ ശ്രമം. അതൊരുപക്ഷെ അദ്ദേഹത്തിനെ യു ഡി എഫിലേക്ക് അടുപ്പിക്കുന്ന പാലമായി മാറാൻ എല്ലാ സാധ്യതയും ഉണ്ട്.